ഗൈസ് അങ്ങേറ്റ് കലിപ്പ വന്നിട്ട് ഇതുവഴി ഫോറസ്റ്റിന് ഒന്നും കൂടെ അകത്തേക്ക് പോകാനുള്ള റൂട്ടൊക്കെ അവിടെയും ഇവിടെയൊക്കെ കണ്ടു കേട്ടോ. താറൊക്കെ ഇതേ ഇതുപോലെ ഡിക്കി എല്ലാം ഓപ്പൺ ചെയ്ത് വെൽക്കം ബാക്ക് ഗൈസ്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗ് എന്ന് പറയുമ്പം ഒരു ട്രാവൽ വ്ളോഗ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പം ഇന്നലെ ആയിരുന്നു ഈദ്, അതായത് ചെറിയ പെരുന്നാൾ. എന്തായാലും എല്ലാവരും ട്രിപ്പൊക്കെ പോകുമല്ലോ, അപ്പോൾ അതുപോലെ ഞാനും ചുമ്മാ ഇറങ്ങിയാണ്. നമ്മൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ ഇതുവരെ പോകാത്തൊരു സ്പോട്ട് അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ മൂന്നാറിലോട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ ഈ ഒരു മൂന്നാർ ട്രിപ്പിൽ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു സ്പോട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് വിചാരിച്ച് മാത്രമാണ് ഈ ഒരു ട്രിപ്പ് പോകുന്നത്. ആ ഒരു സ്പോട്ട് മാത്രം ഉദ്ദേശിച്ച് പോവുകയാണ്. പിന്നെ ഏതായാലും മൂന്നാറൊക്കെ അല്ല പോകുന്നത്, 2 ദിവസം എന്തായാലും വേണ്ടി വരും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നോർമലി മൂന്നാറിലോട്ട് പോകുന്നതെന്ന് പറയുമ്പം എറണാകുളം ആ ഒരു നേര്യമംഗലം അങ്ങനെയല്ല പോവുക. അതായത് അങ്കമാലി നേര്യമംഗലം ആ ഒരു റൂട്ട് എന്തായാലും ആ ഒരു എറണാകുളം ആ ഒരു സൈഡിലൂടെ ആയിരിക്കും എല്ലാവരും പോകുന്നത്. പക്ഷെ ഞാൻ ഈ തവണ ചെറിയൊരു ചേഞ്ച് കൊണ്ടുവന്നതാണ്. അതായത് പാലക്കാട് വഴി പോകാമെന്ന് വിചാരിച്ചു. എപ്പോഴും നമ്മൾ മൂന്നാർ പോകുമ്പം ആ ഒരു ആനച്ചാലി ആ ഒരു റൂട്ടൊക്കെ ആയിരിക്കും പോവുക. അപ്പോൾ ഈ തവണ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ്. അപ്പം നമ്മൾ പൊള്ളാച്ചിന്ന് നേരെ ചിന്നാറിന് നേരെ മറയൂരായിരിക്കും എത്തുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വെൽ പ്ലാൻഡ് അല്ല. എന്നാലും നമ്മൾ പോകുന്ന റൂട്ട് ചിന്നാർ വഴിയാണെന്നുള്ള കാര്യം കൺഫേം ആണ്. ഞാനിപ്പോൾ വന്നിട്ട് ഏകദേശം പെരിന്തൽമണ്ണ പാലക്കാട് ആ റൂട്ടിലാണ് വന്ന് നിൽക്കുന്നത്. ഞാൻ ഏകദേശം 4 മണിക്ക് ഇറങ്ങിയാണ്. ഇന്ന് ഉച്ചയ്ക്ക് പോയിട്ട് നമ്മളെ വണ്ടിയുടെ ടയറെല്ലാം ചേഞ്ച് ചെയ്ത് മോട്ടോഡിൻ്റെ പുതിയ ടയറൊക്കെ ഇട്ട് നമ്മളെ ടയർ ഓൾമോസ്റ്റ് ഇടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്രയും പോകുന്ന സ്ഥിതിക്ക് എന്തെങ്കിലും പണി കിട്ടി കഴിഞ്ഞാൽ വൈകി കിടക്കേണ്ടി വരും, ലോക്കാവും. അപ്പോൾ അത് വിചാരിച്ച് ടയറെല്ലാം മാറ്റി. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് തുടങ്ങുവാണ്. അപ്പോൾ ഇനി രാത്രി കൂടുതൽ വീഡിയോ എടുക്കുന്നതായിരിക്കില്ല, കാരണം കൂടുതൽ ഡ്രൈവിംഗ് ആയിരിക്കും. ഇന്ന് എന്തായാലും അങ്ങോട്ടേക്ക് കയറാനൊന്നും കഴിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് മാക്സിമം അടുത്തോട്ട് പോയിട്ട് നാളെ രാവിലെ ആയിരിക്കും ബാക്കി കാര്യങ്ങളെല്ലാം കയറി പോകുന്നത്. ഒരു ഫോറസ്റ്റിലൂടെ ഉള്ള ഒരു ചുരമാണ് ചിന്നാർ വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന ആ ഒരു ഫോറസ്റ്റ്. അപ്പോൾ ആ ഒരു റൂട്ട് മിക്കവാറും രാവിലെ ആയിരിക്കും നമുക്ക് കയറാൻ വേണ്ടി കഴിയുന്നത്. അപ്പം ഞാൻ ഇന്നത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ മാക്സിമം ദൂരം കവർ ചെയ്തിട്ട് ആ ഒരു സ്പോട്ടിൻ്റെ തൊട്ട് പുറകിലായിട്ട്, അതായത് ചിന്നാർ കയറുന്നതിൻ്റെ കുറച്ചും കൂടി സേഫായിട്ടുള്ള തൊട്ട് പുറകിലായിട്ട് എവിടെയെങ്കിലൊക്കെ ടെൻ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിനൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഞാൻ ഫോൺ എടുത്തിട്ട്, അതായത് 16 Pro Max എടുത്തിട്ട് ആദ്യത്തെ ട്രിപ്പാണ്. അപ്പോൾ ട്രിപ്പിൽ മാക്സിമം വീഡിയോസൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ സമയം എന്ന് പറയുമ്പം 5:45 വൈകുന്നേരം. ഒരു 10 മണിയാകുമ്പോഴേക്കും പൊള്ളാച്ചി ആ ഒരു പരിസരത്ത് എവിടെയെങ്കിലൊക്കെ എത്തുമായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യം. ചെറിയൊരു ലഗേജേ ഉള്ളൂ, ഒരു പെയർ ഡ്രസ്സും പിന്നെ സ്ലീപ്പിംഗ് ബാഗും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് ചെറിയൊരു ലഗേജ്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയാണ്, നൈസായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ട്രിപ്പ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ആയിട്ട് എന്തൊക്കെ പരിപാടി, എല്ലാവർക്കും പെരുന്നാളൊക്കെ ആയിട്ട് ട്രിപ്പൊക്കെ പോകുന്ന സമയമായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രിപ്പൊക്കെ പോയി അടിച്ചു പൊളിക്കുക, അതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് പതുക്കെ നീങ്ങുകയാണ്. അപ്പോൾ ഇനി എനിക്ക് കുറച്ചും കൂടെ പോയിട്ട് ഒരു പള്ളി നോക്കണം കേട്ടോ, നിസ്കരിക്കാണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ടെ പതുക്കെ ഇങ്ങനെ നമ്മൾ പതുക്കെ നൈസായിട്ട് ഇങ്ങനെ പോയാൽ മതി, ധൃതി പിടിച്ച് പോകുന്നില്ല. ഒന്നാമത് നമ്മളെ വണ്ടിക്കൊക്കെ അങ്ങനെ പണി കിട്ടിയ ശേഷം ഞാൻ ആദ്യമൊക്കെ ഒറ്റ സ്ട്രക്ചറിൽ 100 കിലോമീറ്റേഴ്സൊക്കെ കവർ ചെയ്യുമായിരുന്നു. ഇടയ്ക്കൊക്കെ ഇതുപോലെ 5 മിനിറ്റൊക്കെ ബ്രേക്ക് ഇട്ട് അങ്ങനെയൊക്കെ പോകാറുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ ഒരു പണി കിട്ടിയപ്പോൾ ഭയങ്കര പേടി. ഇപ്പോൾ ഞാൻ പ്രോപ്പറായിട്ടുള്ള 50 കിലോമീറ്ററൊക്കെ പോകുന്ന സമയത്ത് മാക്സിമം ½ an hour ആ റേഞ്ചൊക്കെ ബ്രേക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ യാത്ര. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ ട്രാവൽ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്തായാലും കണ്ടറിയാം. മിക്കവാറും അടുത്ത ക്ലിപ്പ് എടുക്കുന്നത് നൈറ്റ് എവിടെയെങ്കിലും ടെൻ്റ് അടിക്കുന്ന സമയത്തായിരിക്കും. ഇന്നലെ ഈ ഒരു പെട്രോൾ പമ്പിലായിരുന്നു കിടന്നുറങ്ങിയത്. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ പൊള്ളാച്ചിക്ക് എത്തിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എന്താണെന്നറിയില്ല, ഞാൻ വരുന്ന സമയത്ത് എനിക്ക് ഉറക്കം വന്നു. അതിൽ ജസ്റ്റ് ഉറക്കം വരുന്നു തോന്നിയപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ഇവിടെ സൈഡാക്കി. അപ്പോൾ പൊള്ളാച്ചിക്ക് ഇവിടെ നിന്ന് ഏകദേശം 8-10 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ടെൻ്റ് അടിച്ച് ഇതുപോലെ കിടന്നിറങ്ങിയായിരുന്നു. രാത്രി മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം ഈ ഒരു ടോപ്പിൽ വാട്ടർ പ്രൂഫിൻ്റെ സാധനം ഇട്ടിട്ടുണ്ടായിരുന്നില്ല ടെൻറ്റിൻ്റെ, കാരണം കിടക്കുന്ന സമയത്ത് ചൂടായിരുന്നു. അപ്പോൾ അത് ഇടാതെ കിടന്നുറങ്ങി. എന്നിട്ട് രാത്രി മഴ പെയ്തു തുടങ്ങിയപ്പം ഞാൻ പെട്ടെന്ന് അത് എടുത്തിട്ടാണ്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് തന്നെ ഉറങ്ങിയിട്ടുണ്ട്. ഇവിടെ വേറെ ആരൊക്കെയോ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ എന്തൊക്കെയോ കച്ചവടക്കാർ, അതായത് തമിഴന്മാർ തന്നെയാണ്, നിലത്ത് പായൊക്കെ വിരിച്ച് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. അവരൊക്കെ മഴ വന്ന സമയത്ത് എണീറ്റ് പോയി.
ഞാൻ ആ സമയത്ത് എനിക്ക് വാട്ടർ പ്രൂഫിൻ്റെ സംഭവം ഇട്ട്, അതുകൊണ്ട് സേഫായി. അതിനെല്ലാം കുടഞ്ഞൊന്ന് പാക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതാണ് അടുത്ത പരിപാടി. ഇപ്പോഴും മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്കിനി ചിന്നാർ ആ ഒരു ഏരിയയിലോട്ട് പോയേക്കാം. പൊള്ളാച്ചിയിൽ നിന്ന് പിന്നെ ചിന്നാർ പോകുന്ന ആ റൂട്ട്, ചിന്നാർ വഴി മൂന്നാർ പോകുന്ന ആ റൂട്ട് നമ്മളെ മസാനക്കുടിയൊക്കെ പോലെ ഫുള്ളി ഒരു ഫോറസ്റ്റ് റൂട്ടാണ്. അപ്പോൾ ആ ഒരു റൂട്ടും പ്രതീക്ഷിച്ചാണ് ഞാൻ ഈ ഒരു റൂട്ട് വന്നത്. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് ആ ഒരു സ്പോട്ടിന് അടുത്തൊക്കെ എത്തുന്ന സമയത്ത് കാണാട്ടോ. വെൽക്കം ഗൈസ്. അങ്ങനെ നമ്മളിതേ നമ്മളെ നാട്ടിൽ നിന്നുള്ള പിള്ളേരാട്ടോ, അതായത് ബൈ. അപ്പോൾ എന്തായാലും നമ്മൾ മാമന്മാരായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഏകദേശം ഫസ്റ്റ് ഒരു ചെക്ക് പോയിൻ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ക്യാമറ എടുത്ത് വെച്ചാണ് മൊത്തത്തിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വീഡിയോ വളരെ ലെങ്തി ആക്കണമെന്ന് കരുതിയിട്ട്. അപ്പം ഞാനിതേ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു അനദർ റൂട്ട് വഴി മൂന്നാർ കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ റൂട്ട് ഞാൻ റമീസിനോടൊക്കെ ചോദിച്ച സമയത്ത് വളരെ ബ്യൂട്ടിഫുള്ളാണ്, അടിപൊളി റൂട്ടാണെന്നാണ് അവനും പറഞ്ഞത്. അവനും ഈ റൂട്ട് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അത്യാവശ്യം KL വണ്ടികളൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഞാൻ വരുന്ന സമയത്ത് 2 ഹിമാലയൻസ് തിരിച്ചു പോകുന്നത് കണ്ടു. അതുപോലെ ഇപ്പോൾ ഒരു എക്സ്പൾസ്, അതിന് മുമ്പായിട്ട് കുറച്ച് കാറുകൾ ഒക്കെ ആയിട്ട് ഇതുവഴി മൂന്നാറിലോട്ട് പോകുന്നത് കണ്ടു. കൂടുതലും എനിക്ക് തോന്നുന്നു നമ്മളെ ഈ മലപ്പുറം, പാലക്കാട് ആ ഒരു റൂട്ടുണ്ടല്ലോ, പെരിന്തൽമണ്ണ, ആ ഒരു ഏരിയയിലുള്ളവരെല്ലാം മൂന്നാറിലോട്ട് പോകുന്ന ഒരു റൂട്ട് ഇതാണെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് മാപ്പ് അടിക്കുമ്പം ഈ ഒരു റൂട്ടായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. ഇന്നലെ നൈസായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി മഴ കേട്ടി അടിപൊളിയായിരുന്നു കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ഫോൺ എടുത്ത പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പിങ്. അപ്പോൾ എനിക്ക് അതിൻ്റേതായിട്ടുള്ള പേടി കാര്യങ്ങളെല്ലാം ഉണ്ട്. കാരണം പോയി കഴിഞ്ഞാൽ വമ്പം നഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു എന്താ പറയുക പേടിയൊക്കെയാണ് പിന്നെ ഉറങ്ങുന്ന സമയത്തുള്ളത്. അതായത് ആരേലും എന്തെങ്കിലുമൊക്കെ അടിച്ചാറ്റി കൊണ്ടുപോകും എന്നുള്ള പേടി. ഇതേ കണ്ടോ, ഈ ഒരു ഇന്നോവയ്ക്ക് KL വണ്ടിയാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ നിർത്തിയതാവും. പെരുന്നാളൊക്കെ ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാവരും ചില്ല് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നതായിരിക്കും. ഇതാണ് കേട്ടോ ഫോറസ്റ്റ് ചെക്ക് പോയിൻ്റ്. 2 വീലർ 20 റുപ്പീസ് ഫീ ഉണ്ട്. എവിടുന്നാ, എവിടെ നാട്? ഞാൻ മലപ്പുറം, ചേളാരി. ആ നിങ്ങളോ? ഗൈസ് അങ്ങേര് കലിപ്പ വന്നിട്ട് വേണം. ബൈക്കിന്റെ ഫോട്ടോ பைக்கு நீ பார்த்துட்டு எங்களை எதுக்கு ஃபோட்டோ எடுக்குன்னு கேலரி இது கேலரி இதா വ്ളോഗിങ് വീഡിയോ. நீ எல்லாம் இருக்கிற டிவிடி எல்லாம் போடக்கூடாது. ஒன்று செல்ஃப் இன்ட்ரெஸ்ட் வச்சுக்க, வெளியே வந்துச்சுன்னா இந்த நம்பர் பிடிச்சி கொண்டு ரிமைண்ட் பண்ணிடுவாங்க. சரியா? இதெல்லாம் உன்னோட செல்ஃபி இதுக்கு யூஸுக்கு வச்சுக்க. டோனட் அவுட்லுக்கு வெளியே பண்ணக்கூடாது. இதோடு வச்சுக்கணும். உள்ள வீடியோவில் இருக்கக்கூடாது. വീഡിയോ ഉള്ളേ എടുക്കக்கூடாது. ഗായ്സ് അങ്ങേര് ഫുൾ സീന്. പക്ഷേ ഒരു പക്കാ റോങ്ങൊന്നുമല്ല കേട്ടോ. ഒരു നൈസ് സംസാരം. എനിക്കെന്തായാലും വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല. ഞാനെന്തായാലും ഫോട്ടോ എടുത്ത് കളിക്കട്ടെ. എനിക്ക് ഏറ്റവും ഇത്രയും കാലം എനിക്ക് ഏറ്റവും മിസ് ചെയ്തൊരു സംഭവമാണ് ഇപ്പോൾ എൻ്റെ കൈ കിടക്കുന്നത്. അപ്പോൾ അത് കിട്ടിയ സ്ഥിതിക്ക് ഞാൻ എൻ്റേതായിട്ടുള്ളൊരു സംഭവങ്ങളൊക്കെ എടുത്ത് നോക്കട്ടെ. എന്തായാലും ഫോൺ കയ്യിലിരിക്കുമല്ലേ. പിന്നെ അയാളിങ്ങനെ ചൂടാവും. ഞാൻ പെട്ടെന്ന് ഫോട്ടോ കേട്ടോ. ഇങ്ങനെ ഓരോ വള്ളികളുണ്ടാവും. അങ്ങേരി ഇനിയും കഴിപ്പാവും മുമ്പ് നമുക്ക് വേഗം ഫോറസ്റ്റിലോട്ട് എൻ്റർ ആയേക്കാം. ഒരു 10-30 കിലോമീറ്ററോളം നമ്മൾ ഈ ഒരു ഫോറസ്റ്റിനകത്തൂടെയാണ് പോകുന്നത്. അവിടെ ഇവിടെയും നെയിം ബോർഡ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് അനിമൽ ക്രോസിങ് ഏരിയ, അതുപോലെ അനിമൽസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ അനിമൽസിനെ കാണാനുള്ള ചാൻസസ് ഒന്നും ഇല്ല കേട്ടോ. എനിക്കൊരു പ്രതീക്ഷയില്ല. നമ്മൾ ഈ ഒരു റൂട്ട് വൈബ് അടിപൊളിയായിരിക്കും. അതായത് ആ ഒരു ഫോറസ്റ്റ് ആംബിയൻസുള്ള ആ ഒരു തണുപ്പായിട്ടുള്ള ആ ഒരു കൂളായിട്ടുള്ള ആ ഒരു നാച്ചുറൽ ഇങ്ങനെ ട്രിപ്പ്, അതും ഇതുപോലെയുള്ള ഫോറസ്റ്റ് റൂട്ട് നമുക്കൊരു മുത്തങ്ങ ആ ഒരു ഫീൽ കിട്ടും കേട്ടോ. ബന്ദിപ്പൂര് ആ ഒരു ഫീൽ കിട്ടും എന്തെങ്കിലും പോകുമ്പം. എലഫാൻറ്റ് മൃഗങ്ങളുള്ള കാട് തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ ഒരു സമയത്തൊന്നും മൃഗങ്ങളെ കാണാൻ ചാൻസ് ഇല്ല. ഇവിടെ അങ്ങനെ
മൃഗങ്ങളെ റോട്ടിൽ സ്പോട്ട് ചെയ്യാറ് കുറവാണ്. നമുക്കെന്തായാലും നോക്കാം. ഇനി അഥവാ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിലോ, ഭാഗ്യം ഏത് വഴിക്കാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ. മൂന്നാറിൽ നമ്മൾ മുമ്പ് പോയില്ലേ, അപ്പം മറയൂർ, കാന്തല്ലൂർ ആ ഒരു സൈഡിൽ പോയല്ലോ. അപ്പോൾ അതിലെ മറയൂരിൽ നിന്ന് കുറച്ചും കൂടെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പോട്ടിലെത്താൻ പറ്റും. അപ്പോൾ നമ്മളന്ന് ആ ഒരു സ്പോട്ടിലോട്ടുള്ള വഴിയൊക്കെ കാണിച്ച് തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അന്ന് നമ്മൾ മറയൂർ, കാന്തല്ലൂർ പോയിട്ട് തിരിച്ച് മറയൂർ അങ്ങനെ നേരെ മൂന്നാറിലോട്ട് തന്നെ പോയിട്ട് പിന്നെ ഗ്യാപ്പ് റോഡ് പോയേക്കുവാണ്. പക്ഷെ ഇന്ന് നമ്മൾ അങ്ങനെയല്ല പോകുന്നത്. ഇവിടെ നോക്കിക്കുക, വലിയൊരു പാറക്കെട്ട്. വാവ്. ഈ ഒരു സൈഡിൽ വലിയൊരു മലയാട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഉരുണ്ട് വന്ന പാറകളായിരിക്കും ഈ കാണുന്ന പാറകളെല്ലാം. ഇപ്പോൾ അടുത്തൊന്നും ആയില്ല കേട്ടോ, ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഉരുണ്ട് വന്ന് വീഴുന്നൊക്കെ ആയിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഈ റൂട്ട് ട്രാവൽ ചെയ്യുന്നത്. നമ്മളെ ടാങ്കിൻ്റെ ഈ ഒരു സാധനത്തിന് നേരെ അടിയിലൊരു ബുഷ് കാണും. ആ ഒരു ബുഷ് ഇടാത്ത കാരണം തോന്നുന്നു ഒരു ചെറിയ വൈബ്രേഷൻ ഉണ്ട്. അത് ഭയങ്കരമായിട്ട് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത്. രസമുണ്ട്, റൂട്ട് രസമുണ്ട് കേട്ടോ. നമ്മൾ കുറച്ചുകൂടെ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു ഏർലി മോർണിംഗ്. ഞാൻ ശരിക്കും ആ ഒരു രീതിക്കായിരുന്നു ഇറങ്ങിയേ. പക്ഷേ എനിക്ക് രാത്രി എന്തെന്നറിയില്ല, പെട്ടെന്ന് ഉറക്കം വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് കിടന്നതാണ്. എന്നിട്ട് ഏർലി മോർണിംഗ് എണീക്കാന്ന് കരുതി. ഏർലി മോർണിംഗ് 5 മണിക്കായപ്പോൾ എണീറ്റിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ നല്ല മഴയാണ്. 5:30-5:45 ആയി മഴ ഒന്ന് തോരാൻ വേണ്ടിയിട്ട്. ഓ, KSRTC സർവീസൊക്കെ ഉണ്ടല്ലേ ഈ റൂട്ട്. ഉദുമൽപേട്ട. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങുന്നതായിരിക്കും? ഇത് മൂന്നാർ ടു ഉദുമൽപേട്ട ബസ്സായിരിക്കും മിക്കവാറും. ഹെയർ പിൻ ബെൻസ് കയറി ഇങ്ങനെ പോവുകയാണ് നമ്മൾ. അപ്പോൾ നമ്മളെ വെട്രികുമാറിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ നമ്മൾ. ഏകദേശം ഇന്ന് ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും അടുത്ത വീഡിയോയിലൊക്കെ ആയിരിക്കും മിക്കവാറും ആ ഒരു സീനൊക്കെ ഉണ്ടാകുന്നത്. ഇവിടെ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്, ചെറിയൊരു ബ്ലോക്ക്. റൂട്ട് അടിപൊളിയാണ് കേട്ടോ, നല്ല രസമുണ്ട്. പക്ഷേ ഒന്നും കൂടെ ഒരു പച്ചപ്പ് ഫീൽ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്ന് പറയാം. അതായത് ആ ഒരു കുറച്ചും കൂടെ ഒരു ഏർലി മോർണിംഗ് ഒക്കെ ഒന്ന് ആ ഒരു കോട ഫീല് അങ്ങനെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടെ സെറ്റായിരുന്നു എന്ന് മനസ്സ് പറയുന്നു. പക്ഷേ ഇങ്ങനെ കാണാനും വളരെ അടിപൊളി തന്നെയാണ് ഈ ഒരു റൂട്ട്. ആനൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്നുള്ള ബോർഡ് തന്നെ ഇപ്പോഴും കാണുന്നത്. പക്ഷെ ഇതുവരെ ഒരു ആനയെയും കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ അങ്ങനെ അത്ര ഇഷ്യൂ ഉള്ള റൂട്ടല്ല. കാരണം വീണ്ടും പറയാനുള്ള റീസൺ എന്ന് പറയുമ്പം ഈ ഒരു റൂട്ട് 24 hours ഓപ്പൺ ആണ്. അതാണ് ഇവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഇല്ല. നമ്മളെ മുത്തങ്ങൊക്കെ എന്ന് പറയുമ്പോൾ ഇതിനെക്കാട്ടിലും ഒന്നുകൂടെ ഡേഞ്ചറാണ്. അതുകൊണ്ടാണ് അത് നൈറ്റ് ക്ലോസ് ചെയ്ത് മോർണിംഗ് തുറക്കുന്ന അങ്ങനെ ഒരു സെറ്റപ്പ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഫുൾ ടൈം ഓപ്പൺ ആണെന്നാണ് പറഞ്ഞത്. പറയാൻ പറ്റില്ല, ചിലപ്പോൾ നൈറ്റ് ആരും പോവാത്തത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് അങ്ങനെ അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് ഇവിടെ 24 hours ഓപ്പണായി കിടക്കാനുള്ള റീസൺ. ഇൻസിഡൻസ് ഉണ്ടാവുകയാണെങ്കിൽ എന്തായാലും റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസൊന്നും ഇതുവരെ വന്ന് കാണില്ല. പക്ഷെ മലക്കപ്പാറ റൂട്ട് എൻ്റെ മോനെ ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ ചീത്തപ്പേരുണ്ടാക്കിയ റൂട്ട് അതായിരിക്കും. ചീത്തപ്പേരല്ല, ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഒരുപാട് മരണവും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. വണ്ടികൾ ആന ചവിട്ടിയിട്ടും അങ്ങനെയൊക്കെ. ഇതുവഴി ഫോറസ്റ്റിന് ഒന്നും കൂടി അകത്തേക്ക് പോകാനുള്ള റൂട്ടൊക്കെ അവിടെയും ഇവിടെയൊക്കെ കണ്ടു കേട്ടോ. ഇതുപോലുള്ള ചെറിയ നമ്മളെ മുത്തങ്ങ അവിടെയൊക്കെ കാണുന്ന ഒന്നുകൂടെ ഫോറസ്റ്റിനകത്തോട്ട് പോകുന്നു. പക്ഷേ ആരും അങ്ങനെ പോകുന്ന സംഭവം ഒന്നും കണ്ടിട്ടില്ല. അതായത് നമ്മളെപ്പോലെ ട്രിപ്പ് വരുന്നവരല്ല, ഇവിടത്തുകാരൻ തന്നെ നമ്മൾ മുത്തങ്ങൊക്കെ പോയി കഴിഞ്ഞാൽ ജീപ്പൊക്കെ അങ്ങനെ ഉള്ളിലോട്ടുള്ള റൂട്ടിലൂടെ പോകുന്ന കാണാറുണ്ട്.
മുത്തങ്ങ അതുപോലെ ബന്ദിപ്പൂരൊക്കെ പോകുമ്പോൾ മസനോടി എന്നൊക്കെ. അങ്ങനെയുള്ള സംഭവമൊന്നും ഇവിടെ നിന്ന് കാണുന്നില്ല. ഇതേ ഒരു പന്നിക്കൂട്ടം, ഒരു പന്നിയല്ല പന്നിക്കൂട്ടമുണ്ട്. പന്നികളെ മാത്രം കണ്ടു, സ്പോട്ട് ചെയ്തു. ഫോറസ്റ്റ് കഴിഞ്ഞോ? ഒരു അനദർ ചെക്ക് പോയിന്റ്. പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഒന്നും കൂടെ ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റിനകത്തോട്ട് പോകുന്ന ഒരു ചെക്ക് പോയിന്റും കൂടെ ആവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ വീണ്ടും ചെക്ക് പോയിന്റ്. ഒരു പക്ഷേ കേരള കർണാടക ഒരു ബോർഡർ ആവാനും ചാൻസ് ഉണ്ട് ഈ റൂട്ട്. കണ്ടോ, വെൽക്കം ടു കേരള. ഓ, ഇവിടെ ഒരു അനദർ ചെക്കിങ്. കേരള ഫോറസ്റ്റ് ചെക്ക് പോയിൻ്റാണ്. ബൈക്ക് പോട്ട്, ബൈക്കിന് പ്രശ്നമില്ല. കാറൊക്കെ ഇതുപോലെ ഡിക്കിയെല്ലാം ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കേരളത്തിലോട്ട് എൻ്റർ ആയിട്ടുണ്ട്. അയ്യോ, എനിക്കെന്തായാലും ഫുഡ് മിസ്സായിട്ടോ. അതായത് ഞാൻ ഏർലി മോർണിംഗ് എണീറ്റപ്പോൾ തന്നെ കഴിച്ചാണ്, പഴവും അവലും കൂട്ടി കഴിച്ചാണ്. അതായത് എനിക്ക് എന്താണെന്ന് അറിയില്ല, ഇപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര എന്താ പറയുക, മനസ്സങ്ങ് സമ്മതിക്കുന്നില്ല. എന്താ പറയുക, പേടിയാട്ടോ. നമ്മളൊരു എന്താ പറയുക, വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല. എന്നാലും എനിക്ക് വയറിനൊരു ചെറിയ പ്രശ്നം ഉണ്ടായി. അപ്പോൾ അതിനുശേഷം ഞാൻ ട്രിപ്പ് പോകുമ്പോഴെല്ലാം ഇങ്ങനെ അവൽ, അതുപോലെ പഴം അല്ലെങ്കിൽ ഫ്രൂട്ട് അങ്ങനെയൊക്കെ ആയിട്ടാണ് കഴിക്കാറ് കൂടുതലും. ഇനി ഉച്ചക്കൊക്കെ 3 ദിവസത്തെ ട്രിപ്പൊക്കെ പോകുമ്പോഴൊക്കെ 2 ദിവസമൊക്കെ അവൽ കഴിക്കുമ്പോൾ ചിലപ്പോൾ മടുക്കും. അപ്പോഴൊക്കെ ഉച്ചക്കൊക്കെ നല്ല നോർമൽ മീൽസ് അങ്ങനെയുള്ള സംഭവമൊക്കെ കഴിക്കാറുണ്ട്. അതും നല്ല എനിക്കിങ്ങനെ നോക്കിയിട്ട് നല്ല സ്പോട്ടെന്ന് തോന്നുന്ന എന്താ പറയുക, ഈ വനിതാ ഹോട്ടൽസ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അങ്ങനത്തെ സ്പോട്ടിൽ നിന്നൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. എനിക്ക് അന്ന് വയറുവേദനയുണ്ടായപ്പോൾ ഡോക്ടേഴ്സൊക്കെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് ഒന്നും കഴിക്കരുത് എന്നൊക്കെ. അങ്ങനെ പിന്നെ കുറച്ചുകൂടെ സെറ്റ് ചെയ്ത് പക്ഷെ അന്നത്തെ വയറുവേദനേൻ്റെ റീസണ് അതൊന്നും അല്ല. എന്നാലും എനിക്ക് അങ്ങനെ അത്രയ്ക്കൊരു പെയിൻ ആദ്യമായിട്ടാണ് എനിക്ക് വന്നത്. അതായത് മാന് നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ, മൃഗങ്ങളുണ്ട്. മാനിനെ കണ്ടു, മാൻ എന്തോ കണ്ടിട്ട് മാൻ അകത്തോട്ട് ഓടി. നോക്കട്ടെ കാണുമോ. മാന് ഉള്ളിലോട്ട് പോയി. അവിടെ ഉണ്ട് സാധനം, പക്ഷെ ഉള്ളിലോട്ട് പോയി. മാനിനെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. സാധനം അവിടെ ഉണ്ട്, തിരിച്ചു പോയി നോക്കിയാലോ, എന്നിട്ട് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഫോട്ടോ എടുത്താലോ. മാനെങ്കിൽ മാനെന്ന് കരുതി പോയൊന്ന് ഫോട്ടോ എടുത്തേക്കാം, ഫോട്ടോ വിടുക. പക്ഷെ അതിനി അകത്തോട്ട് പോയി കാണുമെന്നാവും. ഈ ഓട്ടോറിക്ഷയൊക്കെ ഓഫാക്കിയിട്ടാട്ടോ പോകുന്നത്, ഡീസൽ ലാഭിക്കുന്നു. ഇവിടെ വല്ല മാനുണ്ടേ. സാധനം അവിടെ തന്നെ ഉണ്ട്, പക്ഷെ ഒന്നുകൂടി ഉള്ളിലോട്ട് പോയി. നോ ഗൈസ്, കിട്ടുന്നില്ല, വൃത്തിക്ക് കിട്ടുന്നില്ല. അവർ പുല്ലിൻ്റെ ഇടയിലൂടെ അവിടെ ഇങ്ങനെ എന്തൊക്കെയോ കഴിച്ചുകൊണ്ടിരിക്കുക. സാരില്ല,
അടുത്ത കാണുമായിരിക്കും. പക്ഷെ ആ റോട്ടിൽ നിന്ന് ഞാൻ കണ്ടു കേട്ടോ, റോഡിൻ്റെ തൊട്ട് സൈഡിൽ നിന്ന് അങ്ങോട്ട് ഉള്ളിലോട്ട് ഓടുന്ന ഞാൻ കണ്ടു. പക്ഷെ അവരങ്ങനെ ഓടാൻ മാത്രം റോട്ടിൽ വണ്ടി ഒന്നും ഇല്ലേനും, എന്തുകൊണ്ടാണ് ഓടിയെന്നൊരു പിടുത്തില്ല. ഇവിടെ ഇപ്പോൾ പുതിയ പണി നടന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ധാരെല്ലാം സ്മെല്ല് ചെയ്യുന്നുണ്ട്. അതുപോലെ പുതിയൊരു ടാറിങ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. റൂട്ട് നൈസാട്ടോ, ഒരു ഫോറസ്റ്റിനിടയിലൂടെയുള്ള ഇങ്ങനെ റൈഡ്. പക്ഷേ വീഡിയോ ഒരു ആളും കൂടെ ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ അടിപൊളിയായിന്. അങ്ങനെയല്ല, വേറൊരു വണ്ടിയും കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പരിചയമുള്ള ആരെങ്കിലുമൊക്കെ കാണണം ഇവിടെ. പരിചയമുള്ളതല്ല, ആരെങ്കിലും കണ്ട് പരിചയമാവണം, എന്നിട്ട് വീഡിയോ എടുപ്പിക്കണം. നമ്മളെ വണ്ടി ഒരു ഔട്ടർ ലുക്ക് ഉണ്ടല്ലോ, അതായത് നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോകുന്നത്, അത് കിട്ടണം. 4-5 കുരങ്ങുകളുണ്ട് കേട്ടോ, വേറൊന്നും കണ്ടില്ല ഗൈസ്. കുറച്ച് പന്നികളെയും കുറച്ച് കുരങ്ങനെയും. അതല്ലാണ്ട് ഇവിടെയൊക്കെ വീടുണ്ട് കേട്ടോ, നോക്കിക്കേ. ഇനി ഫോറസ്റ്റ് സ്റ്റേഷനാണോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും അതൊരു നൈസ് വീടായിട്ടുണ്ട്. ആ ഒരു വീട്, ആ ഒരു ഒത്ത കാടിന് നടുവിലൊരു വീട്. അതിന് ചുറ്റും വേലിയെല്ലാം ഉണ്ട്. കണ്ടിട്ട് എന്താ പറയുക, ഒരു വീട് തന്നെ തോന്നുന്നു, അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ, അതിലേതെങ്കിലും ഒന്നാണ്. ഇതെന്താ ബസ് സ്റ്റോപ്പോ? ഓഹോ, ഇവിടെ ബസ് സ്റ്റോപ്പെല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ചാണ്. ശരിക്കും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, അത്രയ്ക്ക് ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്പോട്ടൊന്നും അല്ല എന്ന് കരുതി എല്ലായിടത്തും ഇതുവഴി വരുമ്പം അലിഞ്ഞ് തിരിഞ്ഞ് നിൽക്കണ്ട. അടിപൊളി സ്പോട്ടൊക്കെ കാണുമ്പോൾ ജസ്റ്റ് നിർത്തി ഫോട്ടോ എടുക്കുക, നൈസായിട്ട് പോവാം. കൂടുതൽ സമയം നിന്ന് കഴിഞ്ഞാൽ അതും പ്രശ്നമായിരിക്കും. നമ്മളറിയാത്ത സ്പോട്ടല്ലേ. നമുക്കറിയുന്ന സ്പോട്ടാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ഈ ഒരു ചുരം കയറി നമ്മൾ ചെന്നെത്തുന്ന സ്പോട്ടെന്ന് പറയുമ്പം മറയൂരിലോട്ടാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. അതായത് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ പുറകിൽ നിന്നാണ് ഈ ഒരു തണുപ്പ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ആവാൻ തുടങ്ങിയത്. അതുവരെ ഒരു ചൂട് ഫീൽ ആവുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു 2-3 കിലോമീറ്റർ ആ പാറകെട്ടൊക്കെ നോക്കിക്കേ, ഏത് നിമിഷം താഴെ പോകുന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. ഇതേ വീണ്ടും ഒരു ആനവണ്ടി. ഇവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. എക്കോ പോയിൻ്റ് അങ്ങനെ എന്തൊക്കെയാണ് അവിടെ എഴുതി വെച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇനി എനിക്ക് തോന്നുന്നു ഫോറസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന്. ഇനി ഇതുപോലുള്ള നാട്ടിൻ പ്രദേശം നമ്മൾ നേരെ ചെന്നെത്തുന്നത് മറയൂരിലോട്ടായിരിക്കും. റിസോർട്ടുകൾ, അതുപോലെ ജീപ്പ് സഫാരി, അങ്ങനെയുള്ള സംഭവങ്ങൾ, ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. അതുപോലെ റൂംസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഒരു ഫോറസ്റ്റ് എന്ന് പറയുമ്പം വലിയ എക്സ്പെക്റ്റ് ചെയ്ത് വരാനുള്ളതൊന്നുമില്ല കേട്ടോ. അതായത് നമ്മൾ ഈ ഒരു മുത്തങ്ങ, ബന്ദിപ്പൂരൊക്കെ പോയിട്ട് ഇങ്ങനെ ശീലമുള്ളവർ അതുപോലെയൊക്കെ എക്സ്പെക്റ്റ് ചെയ്ത് വലിയ പ്രതീക്ഷയൊക്കെ വെച്ച് ആരും വരാൻ നിൽക്കണ്ട. ജസ്റ്റ് ഒരു അടിപൊളി ഫോറസ്റ്റ് എക്സ്പീരിയൻസ്. ആ ഒരു രീതിക്ക് എന്താ പറയുക, ഒന്നും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യാണ്ട് വന്നിക്കുകയാണെങ്കിൽ അടിപൊളിയാട്ടോ. നമ്മൾ വേറെയുള്ള ഫോറസ്റ്റൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് അങ്ങനെയൊന്നും വരരുത്. ഇവിടെ അടിപൊളിയാണ്, അതിൻ്റേതായിട്ടുള്ള ഭംഗിയെല്ലാം ഉണ്ട്. പക്ഷേ മൃഗങ്ങളൊന്നും വലിയ രീതിക്ക് കാണാൻ പറ്റില്ല എന്നുള്ള ഒരു നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, ഇവിടുത്തെ നേച്ചർ ഇങ്ങനെയാണ്. കൂടി അവിടുത്തെ നേച്ചർ അങ്ങനെയാണ്. അവിടെ മൃഗങ്ങളൊക്കെ ഇടയ്ക്ക് ഇറങ്ങും, ആ ഒരു ടൈപ്പാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു ഫോറസ്റ്റ് റൂട്ടിൻ്റെ ആ ഒരു വിശേഷങ്ങൾ, കാര്യങ്ങളെല്ലാം. അപ്പോൾ ഞാൻ എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ വെരി ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ട്രിപ്പിൻ്റെ ആദ്യത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്ടി പോവുകയാണ്. സീന് മറയൂർ, കാന്തല്ലൂർ ഞാൻ ഇതുവരെ വന്നിട്ടുണ്ട് കേട്ടോ. അന്ന് ഏകദേശം ഈ ഒരു ടൗൺ വരെ ഞാൻ അന്ന് വന്ന് നമ്മളിവിടെ നിന്ന് ഇപ്പം നമ്മൾ പോകുമ്പോൾ ഈ ഒരു പമ്പിൻ്റെ ഈ ഒരു ഓപ്പോസിറ്റ് ഈ ഒരു റോഡ് എടുത്ത് നമ്മൾ അങ്ങോട്ട് പോയി. നമ്മൾ അതുവഴി ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോയി. എനിക്ക് ഓർമ്മയുണ്ട്, നല്ല രീതിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇനി കാന്തല്ലൂർ നോക്കട്ടെ കേട്ടോ. ഞാൻ പോകുന്നത് തീരുമാനമായിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.